ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഒത്തിരിയായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞൻ വ്ളോഗ് നമ്മൾ ഇടാൻ പോവാണ്. ഇന്നൊന്നും നല്ല മൂഡ് തോന്നിയതാണ് വ്ളോഗൊക്കെ ഇട്ടത്. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും സമയമില്ല ഗൈസ്. അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന 5 മണിയാവും. അതെല്ലാം ചെയ്ത് അമ്മ ഫോണും കൊണ്ട് മെസ്സേജൊക്കെ നോക്കാനിരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഫോൺ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഗൈസ് വീഡിയോസ് ഒന്നും ഇടാത്തത്. നിങ്ങൾ ക്ഷമിക്കണം, വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട്. വലിയ കാര്യം 42 സബ്സ്ക്രൈബേഴ്സൊക്കെ നിനക്ക് തന്നില്ലേടി, നീ എന്നിട്ട് എന്നോട് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 months 1 month ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട്. അപ്പം അതിൻ്റെ ഇത് തീർത്ത് നമ്മൾ വീഡിയോ ഇടുവാണ്. അപ്പോൾ ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ മോശമായി പൊക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞൻ സാധനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാവേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ദാറ്റ് ഈസ് മൈ കുഞ്ഞൻ. എനിക്ക് സത്യം പറഞ്ഞാൽ 2 wheel സൈക്കിൾ ഓടിക്കാനായിട്ട് അറിയത്തേ ഇല്ലായിരുന്നു. പിന്നെ ഓരോ വീഡിയോസ് കണ്ട് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ ചെയ്താണ് പഠിച്ചത്. സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുവള്ളി അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇട്ടാൽ മതി. നിങ്ങളൊന്ന് കമൻ്റ് ഇട്ട് കണ്ടാൽ മതി. ആകെ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ കമൻ്റ് ഇടാറുള്ളൂ. അവളെൻ്റെ സബ്സ്ക്രൈബറും കൂടെയാണ്. അവൾ മാത്രമേ സത്യം പറഞ്ഞാൽ കമൻ്റ് ഇടാറുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടേ പറ്റത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം വലിയതായിട്ട് അങ്ങനെ ക്ലാരിറ്റി കൂടെ എഡിറ്റ് ചെയ്തൊന്നും വീഡിയോ ഇടുന്നില്ല. അതുപോലെ തന്നെ ഒരു സില്ലി കാര്യങ്ങളൊക്കെ വെച്ചാണ് വീഡിയോ ഇടുന്നത്. വീഡിയോസ് ഒന്നും കാണാനായിട്ട് അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഒരു കുഞ്ഞു വീട് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, എനിക്ക് നിങ്ങൾ പറയുന്നതിൻ്റെ അത്രയും നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് അത്രയും വേണ്ടിട്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്താ വെച്ചാൽ ഞങ്ങളൊരു കുഞ്ഞു ഫാമിലിയാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കുടുംബതേ അല്ല, ഒരു കുഞ്ഞു ഫാമിലിയാണ്. ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല വരുമാനം കിട്ടും എന്ന് ഓർത്താണ്, എൻ്റെ അമ്മ എനിക്ക് സഹായിക്കാം, നല്ല വരുമാനം കിട്ടുമെന്ന് ഓർത്താണ് ഗൈസ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഞാൻ തന്നെയാണ് ഇത് തുടങ്ങിയത്. എൻ്റെ ഒരു ആഗ്രഹം മൂത്ത് ഞാൻ തുടങ്ങിയതാണ്. അപ്പം നിങ്ങൾ പറയുന്ന പോലെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ട്രൈപോഡൊക്കെ വാങ്ങിക്കാം, സ്റ്റാൻഡൊക്കെ വെച്ച് വീഡിയോസൊക്കെ എടുക്കാം. ആരും എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് തരാനില്ല, അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത്, അതുപോലെ തന്നെയൊക്കെ ഉള്ളത്. നിങ്ങൾ ഇതുപോലുള്ള കാരണം കൊണ്ടാണ് സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാത്തതെങ്കിൽ സോറി ഗൈസ്. നമുക്കിനി ഇങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം. പ്ലീസ് ഗൈസ്, നിങ്ങൾ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ പുണ്യം കിട്ടും നിങ്ങൾക്ക്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. ഓക്കെ ഗൈസ്, ഈ ഒരു വാക്കുകൾ കേട്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അത്രമേൽ ഒരവസ്ഥയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഗൈസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ യൂസ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ ഒത്തിരി നമ്മൾ ഗീവ് അവേ നടത്തും. അതുപോലെ തന്നെ പുതിയൊരു ബ്രാൻഡ് ഫോൺ മേടിക്കാം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലീസ് ഗൈസ്, എൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ ഗൈസ്, പറഞ്ഞ് ഇപ്പോൾ ഒരു ഇമോഷനിലോട്ട് വരാൻ നമ്മൾ എത്തിപ്പോയി ഗൈസ്. നിങ്ങളെ ഞാൻ ഇമോഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ, എൻ്റെ റെക്കമെൻഡേഷനാണ്. ഓക്കെ ഗൈസ്, റിക്വസ്റ്റാണ്, സോറി റെക്കമെൻഡേഷൻ വേറെ, റിക്വസ്റ്റാണ്. അപ്പോൾ ഗൈസ്, 2 മാസത്തെ അവധിക്ക് നിങ്ങൾ എവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കമൻറ്റ് ഇടാൻ മറക്കരുത്. എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഇതാണ്. പിന്നെ ഞാൻ ഗൈസ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനതിന് ഒരു ആൻസർ വ്ളോഗായിട്ട് ഞാൻ അടുത്ത വ്ളോഗ് ഇടാം. അപ്പം നിങ്ങൾ എനിക്ക് ചോദിച്ച ചോദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെയാണോ അവരുടെ ആ ഒരു ചോദ്യത്തിൻ്റെ അവരുടെ പേരെടുത്ത് നമ്മൾ ഹായ് പറയും. നമ്മളൊരു ആശംസ കൺഗ്രാറ്റ്സ് നമ്മൾ ചെയ്യും. മീൻസ് എനിക്ക് ഏറ്റവും മീൻസ് നല്ല ഹാപ്പിനെസ് തോന്നിയ ചോദ്യം ഏതാണോ അത് ഞാനെടുത്ത് പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യും. ഒരു 10 എന്തെങ്കിലും ഇട്ടാലേ നമുക്ക് 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് ഗൈസ്,
അപ്പം ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ.